ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ ബീൻസും ക്യാബേജും ക്യാരറ്റും ചേർത്തുള്ള ഒരു തോരൻ കറിയാണ് ഉണ്ടാക്കുവാൻ പോകുന്നത്. തോരൻ കറി വെക്കാൻ പോവുകയാണ്. അതിന് ഈ ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുക്, 2 ഉണക്കമുളക്, ഒരു 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും. ഇത് നന്നായിട്ട് ചൂടായിട്ട് ഒരു ബ്രൗൺ നിറമായി കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പില, 3 വെളുത്തുള്ളി ചതച്ചത്. ആ വെളുത്തുള്ളി കരിയാതെ നോക്കണം. വെളുത്തുള്ളി കരിയാണെങ്കിൽ കയ്പുണ്ടാവും, അത് കരിയാതെ നോക്കുക. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക്, 1 കപ്പ് സവോള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതാണിത്. എരിവുള്ള പച്ചമുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. സവോള ഒരുമാതിരി വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ടത് അതിൻ്റെ വെള്ളം വറ്റി നല്ല ബ്രൗൺ നിറമാകുന്നിടം വരെ അത് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ തേങ്ങ മൂപ്പിക്കുന്നത് കൊണ്ട് ആ തോരൻ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. തേങ്ങയുടെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞളും 1 ടീസ്പൂൺ ജീരകപ്പൊടിയുമാണ് ഇട്ടിരിക്കുന്നത്. ജീരകത്തിൻ്റെ ഫ്ലേവർ എനിക്ക് വളരെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ചേർത്തത്. ജീരകം ആയിട്ട് വേണമെന്ന് വരികിലും ചേർത്ത് ഇതുപോലെ ഈ തേങ്ങയിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങ ഒരുമാതിരി മൂത്ത് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടെ മൂപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ക്യാബേജും ബീൻസും ഇട്ട് ഇളക്കാൻ പോകുന്നത്. തേങ്ങ നന്നായിട്ട് വെള്ളം വറ്റി അതൊരുമാതിരി ബ്രൗൺ നിറത്തിൽ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് ബീൻസ് വളരെ കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ അരിഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ക്യാരറ്റ്, അതും ഇതുപോലെ തന്നെ കനം കുറച്ച് ആണ് അരിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞിരിക്കുന്നത് കൊണ്ട് അധിക സമയം എടുക്കത്തില്ല അത് വെന്ത് വരാനായിട്ട്. ബീൻസും ക്യാരറ്റും കൂടെ ഒരു 3 മിനിറ്റോളം ഞാൻ ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 2.5 കപ്പ് ക്യാബേജ്, ആ ക്യാബേജും ഇതുപോലെ വളരെ ഫൈനായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതുപോലെ അരിയുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്കൊട്ടും വെള്ളം ഒഴിക്കാതെ ഇതിൽ തന്നെ വാട്ടിയെടുക്കാനായിട്ട് പറ്റും. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യമില്ലാത്തവർക്ക് ഒഴിച്ചു കൊടുക്കേണ്ട, കുറച്ച് എണ്ണയിൽ മാത്രം ഇത് ഉണ്ടാക്കി എടുക്കാം.
ഇതിൻ്റെ ഉപ്പ് ഞാൻ നോക്കി, സ്വല്പം ഉപ്പ് കുറവുണ്ട്. അതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കി. ഇതിൻ്റെ വേവ് എൻ്റെ ആവശ്യത്തിനുള്ള വേവ് ഇതിന് ആയിട്ടുണ്ട്. വെജിറ്റബിള് കൂടുതൽ നമ്മൾ വേവിക്കുന്നത് കൊള്ളുകയില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ വേവിച്ച് എടുക്കുക. തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അവസാനം ഞാൻ 1 കപ്പ് ഗ്രീൻ സ്പ്ലിറ്റ് പീ, അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വേവിച്ചെടുത്തതാണ്. ടെൻഡർ ആകുന്ന പരുവത്തിൽ നിങ്ങൾ വേവിച്ച് ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് വരികിൽ ചേർത്താൽ മതി. ഇത് വളരെ ടേസ്റ്റ് കൊടുക്കുന്നതാണ് കറിക്ക്. അതുപോലെ നല്ല പ്രോട്ടീനും ഉണ്ട്. ഇതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇളക്കുകയാണ്. കറിവേപ്പില കൂടുതൽ ചേർക്കുന്നത് കൊണ്ട് ഏത് കറിക്കും നല്ല ഫ്ലേവർ കിട്ടും.